പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സിപിഎമ്മിന് സംഘിപ്പട്ടം ചാർത്താനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിശ്രമങ്ങൾ വിലപ്പോവില്ലെന്ന് മുഖ്യമന്ത്രി. നിലപാട് മാറ്റിയില്ലെങ്കിൽ അധികം താമസിയാതെ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കാരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബഹുജനങ്ങളിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനമാണ്. ചില അയഥാർത്ഥമായ കാര്യങ്ങൾ, പച്ച നുണ, അത് സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കണം. അതിനു പറ്റിയ പരിശീലനം ലഭിച്ച അവരുടെ വളണ്ടിയർമാരുണ്ട്, പുരുഷ സ്ത്രീ വളണ്ടിയർമാരുണ്ട്. ഈ വളണ്ടിയർമാരെ ആ പരിശീലനത്തിൻ്റെ ഭാഗമായി വീടുകളിലേക്ക് അയക്കുക, അതിലൂടെ വലിയ പ്രചരണം നടത്തുകയാണ്. ആ പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ മനസ്സിൽ ഇടതുപക്ഷത്തെക്കുറിച്ചുണ്ടായ ധാരണ അത് പൂർണ്ണമായി മായ്ച്ചു കളയണം. ഒരു പ്രത്യേക വിരോധപരമായ നിലപാടിലേക്ക് അവർ എത്തിക്കണം. തലശ്ശേരി കലാപകാലത്ത് CPIM പ്രവർത്തകർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങി. എന്നാൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. 1991 ഇടതുപക്ഷത്തിനെതിരെ കോലീബി സഖ്യമുണ്ടാക്കാൻ മുൻകൈയെടുത്തത് ചില ലീഗ് നേതാക്കളാണ്. UDF-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷ നേതാക്കളും ഒരു വിഭാഗം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഞങ്ങളെക്കുറിച്ച് സംഘീപ്പട്ടം ചാർത്താൻ പുറപ്പെട്ടാൽ അതിലൊന്നും ജനങ്ങൾ കുടുങ്ങില്ല, അതൊന്നും ജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങില്ല. അത് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ കുബുദ്ധികളുടെ ദിവാസ്വപ്നം മാത്രമായി അത് തീരുമെന്നാണ് കാണേണ്ടത്. 1991 നമ്മളിവിടെ കോലീബി സഖ്യം കണ്ടതാണല്ലോ. കോൺഗ്രസും ലീഗും BJP-യും കൂടിയാണല്ലോ ആ സഖ്യത്തിൽ ഏർപ്പെട്ടത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലും കേരളത്തിന് ഒന്നും സംഭവിക്കില്ല. PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പായില്ലെങ്കിൽ കേരളത്തിനൊന്നും സംഭവിക്കാനില്ല. കാരണം കേരളത്തിലെ സ്കൂളുകൾ നമ്മൾ തന്നെ നവീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കേന്ദ്രം തടസ്സം നിന്നാൽ സർക്കാർ വേറെ മാർഗം നോക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.